തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഇവിടെ എത്തുമ്പോഴും ഇപ്പൊ നമ്മൾ ഈ ചർച്ച അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഈ ചർച്ചക്കിടയിൽ പലയിടങ്ങളിൽ നിന്നും ചോദ്യം ഉയർന്നു. നീണ്ട കാലം UDF ഈ മണ്ഡലത്തിനകത്ത് MLA ഉണ്ടായിരുന്നപ്പോൾ, മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്, അതിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോലും UDFന്റെ ബൃന്ദിയോ ഈ മണ്ഡലത്തിനകത്ത് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആളുകളോ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യാവസാനം ആത്മവിശ്വാസത്തോടെ ഈ നാടിനോട് പറയുന്നത് ഈ മണ്ഡലത്തിൽ 9 വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അത് ഈ നിയോജക മണ്ഡലത്തിലെ 23 റോഡ് പൂർത്തീകരിച്ച് 23 റോഡ് ഈ നാട്ടിലെ മനുഷ്യരുടെ മുൻപിലുണ്ട്. ഈ നാട്ടിലെ മനുഷ്യരെ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. 10 പാലങ്ങൾ, അതിൽ 6 ഉദ്ഘാടനം കഴിഞ്ഞു. ബാക്കിയുള്ളതിന്റെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നാടിന്റെ മുൻപിലുണ്ട്. ഈ പറഞ്ഞ പോലെ മലയോര ഹൈവേ ഈ നാടിന്റെ മുൻപിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് വരുന്ന ലൈഫ് ഭവനം ഈ നാടിന്റെ മുൻപിലുണ്ട്. അതേപോലെ തന്നെ ഈ നാടിനകത്തെ 197ഓളം വരുന്ന ഭൂമിയില്ലാത്ത മനുഷ്യർക്ക് പട്ടയം വിതരണം ചെയ്തതിന്റെ അനുഭവം ഈ നാടിന്റെ മുൻപിലുണ്ട്. 23ഓളം വരുന്ന വിദ്യാലയങ്ങൾ, സ്കൂളുകൾ, പള്ളിക്കൂടങ്ങൾ ഏറ്റവും മികവുറ്റ നിലവാരത്തിലേക്ക് ഈ നിയോജക മണ്ഡലത്തിനകത്ത് എടുത്തുയർത്തിയതിന്റെ അനുഭവം ഈ മണ്ഡലത്തിന് മുൻപിലുണ്ട്. ഇനി പോട്ടെ, 9 കൊല്ലം മുൻപ് ഈ മണ്ഡലത്തിന് ഒരു വൈദ്യുതി മന്ത്രി ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവ് വേണ്ടി വന്നു. ഇവിടെയുള്ള 7ഓളം വരുന്ന ആദിവാസി ഊരുകൾക്കകത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഈ മണ്ഡലത്തിലെ മനുഷ്യരുടെ ജീവിതം ഉയർത്തിയ വികസനത്തെ സംബന്ധിച്ച് ഈ നാടിനോട് ആവർത്തിച്ച് തെരഞ്ഞെടുപ്പിൽ